കാരുണ്യത്തിലേക്ക് സ്വാഗതം. ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കേരളാധിപത്യപുരത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ കുടുംബത്തിലേക്ക് കാരുണ്യത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച അതിദയനീയമായിരുന്നു. വീൽ ചെയറിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാത്ത വിധം ബൈക്ക് അപകടത്തിൽ പരിക്കുപറ്റി വിവാഹം നടന്നതിന്റെ 16-ാം നാൾ തന്നെ ഘോര വിപത്തിന് ഇരയായി എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ കണ്ട ചന്ദ്രനും ചെറുപ്രായത്തിലെ ചിക്കൻ പോക്സ് ബാധിച്ച് മസ്തിഷ്കത്തെ തകരാറിലാക്കി പരസഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാനാവാത്ത ഒരു സഹോദരിയും അന്ധനായ വലിയച്ഛനും ഇവർക്കെല്ലാം ഒരേ ഒരു ആശ്രയമായ വൃദ്ധയായ ചന്ദ്രന്റെ അമ്മയും അന്ന് ഞങ്ങളെ നോക്കി ഹൃദയം പൊട്ടി കരഞ്ഞു. ഇപ്പോഴും ഞങ്ങളുടെ കൺമുന്നിലുണ്ട്. മക്കളും ഞാനും ഒരു വലിയ മറ്റേ രണ്ടുപേരും മോളെ കല്യാണം കഴിച്ച് കൊടുത്ത് കഴക്കൂട്ടത്ത്. പിന്നെ മോൻ ഇവിടെ തന്നെ അവന് കുടുംബമായിട്ട് അവര് താമസിക്കുന്നു. പോലീസിലായിരുന്നു. വിജിലൻസിലിരുന്നാണ് പെൻഷനായത്. അപ്പൊ ആ 3000 രൂപ ഇപ്പം കിട്ടും. പെൻഷൻ കൊണ്ട് നമ്മൾ ജീവിക്കണം. പിന്നെ മോൻ കുറച്ച് സഹായം ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ മരുന്നിനും അതിനുള്ള പൈസ തന്നെ. അപ്പൊ ഈ മോനൊക്കെ കാണാൻ വരാറുണ്ടോ? മോളും വരാറുണ്ടോ? മോളും വരും. മോള് ഒരാഴ്ചയിലൊരിക്കൽ വരും. അപ്പൊ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അത്താണി എന്ന് പറയുന്നത്. അമ്മയില്ല, അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ കാര്യങ്ങൾ. അമ്മ അതുകൊണ്ട് പുറത്തും പോകാറില്ല. മോളെ അങ്ങോട്ടൊന്ന് കാണാൻ പോകാറുണ്ട്? പോകാറില്ല. ഈ പിന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റാരെങ്കിലും? ബന്ധുക്കളെ എനിക്കാരുമില്ല. ശരിക്കും എവിടെയാണ്? ഇത് എന്റെ സഹോദരി, ഇത് എന്റെ ഭർത്താവിന്റെ സ്ഥലം. പെൺകുട്ടിക്ക് 10-ാം വയസ്സിൽ പിടിപെട്ട ചിക്കൻ പോക്സ് ഒരു കുടുംബത്തിൽ നടക്കാനിരിക്കുന്ന ദുരന്തങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. അവരുടെ സഹായം ഒന്നും പറ്റില്ല. എനിക്ക് 10 വയസ്സിൽ ചിക്കൻ പോക്സ് വന്ന് ഒരു വർഷം വരെ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ല. അവള് നേരത്തെ ഉണക്ക തന്നെ ഇരുന്ന്, എന്നാലും നടക്കുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതില്ലായിരുന്നു. ഈ ചിക്കൻ പോക്സ് വന്നേ പിന്നെ 1 വർഷമായപ്പോൾ ഇവളങ്ങനെ കൈയൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്ത് നമ്മളെ കഴിവിന്റെ പരമാവധികളൊക്കെ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് അവസാനം പറഞ്ഞ് ഇനി തലയോടിളക്കി തലയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം എൻ്റെ മൂത്തവൻ പറഞ്ഞ് എനിക്ക് ഗ്യാരണ്ടി തരുമെങ്കിൽ എത്ര രൂപ ആയാലും ഞാൻ ചെയ്യാം, അത് പറ്റൂലെന്ന് പറഞ്ഞ്. അപ്പം അവൻ പറഞ്ഞു, മൂത്തവൻ പറഞ്ഞു, എത്ര കാലം അവൾ എൻ്റെ മുമ്പ് കിടക്കട്ടെ, പച്ച ഉയിരോട് വെച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ അവർക്ക്
ഇപ്പൊ ഞാൻ എടുത്തു കൊടുക്കും പോലെ തന്നെ എടുത്തു കൊടുക്കും. ചോറൊക്കെ ഇല്ല, തനിച്ചൊന്നും കാപ്പി ഒന്നും എടുത്ത് എല്ലാം കയ്യിൽ നിന്ന് ഇങ്ങനായി പോകും. അപ്പൊ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടനും ചേച്ചിക്കും അമ്മയുടെ സഹായം ഇല്ലാതെ ഇവർക്ക് ആർക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ വിചാരിച്ചേക്കാണ് സങ്കടം വരും മക്കളെ. ഈ സഹോദരിയുടെ തലച്ചോറിനെ ബാധിച്ച രോഗം ഇവരുടെ ശരീരം മാത്രമല്ല, മനസ്സും ചലനശേഷി പോലും സ്തംഭിച്ചു കളഞ്ഞു. ഇപ്പോൾ മധ്യവയസ്കയായിട്ടും ഒരു പിഞ്ചു കുഞ്ഞിന്റെ പരസഹായത്തിനു വേണ്ടി കൈനീട്ടുകയാണ് ഈ ഹതഭാഗ്യ. ചോറൂട്ടാനും കുളിപ്പിക്കാനും എന്നുവേണ്ട 70 കഴിഞ്ഞ രോഗിയായ അമ്മയുടെ സഹായമില്ലാതെ ഒന്നിനും ആവാത്ത നിലയിലാണ് ഈ സഹോദരി. ചേച്ചിയുടെ നില ഇങ്ങനെയാണെങ്കിൽ അനുജനും വൃദ്ധയായ അമ്മയുടെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ടു പോകാനാവില്ലെന്ന ദുർഘടാവസ്ഥയിലാണ്. ഗൾഫിൽ നല്ല ഉദ്യോഗത്തിലായിരുന്ന ഈ സഹോദരൻ നാട്ടിലെത്തി വിവാഹിതനായി 16-ാം ദിവസം ഒരു ബൈക്ക് ആക്സിഡന്റിൽ നട്ടലിനുള്ളിലെ സുഷമനയ്ക്ക് ക്ഷതം പറ്റി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത നിലയിലായി. ഇപ്പോൾ നീണ്ട 12 വർഷങ്ങൾ ഈ വീൽചെയറിൽ തന്നെയാണ് ഈ സഹോദരന്റെ ജീവിതം. ഗൾഫിൽ പോയി. ഗൾഫിൽ പോയുമ്പോൾ അന്ന് വിസയ്ക്ക് പൈസ കൊടുത്താണ് പോയത്. എന്ത് ജോലി എന്തായിരുന്നു അവിടെ എന്നെ ഡ്രൈവറായിട്ട് ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് കയറ്റാം എന്നും പറഞ്ഞ് ഇവിടുന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാണ് പോകുന്നത്. 88-ൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കമ്പനിയിൽ ഞാൻ 40,000 രൂപ വിസയ്ക്ക് കൊടുത്താണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കമ്പനിയിൽ ഡ്രൈവറായിട്ടൊന്നും കയറാൻ പറ്റില്ല, വേണമെങ്കിൽ ലേബറായിട്ട് ജോലി ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എന്തായാലും സമ്മതിച്ചു. ഇത്രയും കാശ് കൊടുത്ത് പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ സമ്മതിച്ചു, ലേബറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ആ കമ്പനിയിൽ 1.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കമ്പനി ചാടി പുറത്ത് പല കമ്പനിയിലും. അപ്പോഴെന്ത് ജോലിയാണ് ഈ പുറത്തുനിന്ന് ചെയ്തത്? ഈ ലേബർ ജോലി തന്നെ ചെയ്തിരുന്നു. പല കമ്പനികളും പൈസ തരാതെ വളരെ കഷ്ടപ്പെട്ട് ഔട്ട് പാസ് മുഖാന്തരമാണ് നാട്ടിൽ വന്നത്. ഇവിടെ വന്ന് 2 മാസമായപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം മുഖാന്തരം വിവാഹം കഴിഞ്ഞു. എന്നിട്ട് വിവാഹം കഴിഞ്ഞു 16-ാമത്തെ ദിവസം ഞാൻ വീട്ടിനടുക്കൽ വെച്ച് തന്നെ ഒരു 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ യാദർച്ഛികമായിട്ട് പട്ടി കുറുകെ ചാടി. അതിന്റെ പുറത്ത് ഇടിക്കാതെ മാറി അടുത്ത് നിന്ന് ഒരു മരത്തിൽ ചെന്ന് ഇടിച്ച് ഞാൻ തെറിച്ചു പോയി. അടുത്തൊരു കരിങ്കല് കെട്ടുണ്ടായിരുന്നു, അവിടെ ചെന്ന് കുറുക്കിടിച്ച് എൻ്റെ ഞെട്ടല് പൊട്ടി. പിന്നെ അതിനുശേഷം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടെ തലയ്ക്കും അടി ഏറ്റ ഈ കണ്ണിന്റെ കാഴ്ച അത് പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഇത് നടന്ന് എത്ര വർഷമായി? ഇപ്പോൾ നടന്നിട്ട് 12 വർഷമായി. സുപ്രധാനമായ ഒരു ഓപ്പറേഷനിലൂടെ ഈ യുവാവിന് പുതിയ ജീവിതം നയിക്കാനാവുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വിദഗ്ധ ഡോക്ടർമാർ. പക്ഷെ അതിനുള്ള ഭാരിച്ച ചെലവുകൾക്ക് വഴി കാണാനാവാതെ തരിച്ചിരിക്കുകയാണ് ഈ കുടുംബം. എന്നെ ഈ അസുഖത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ PS ജോൺ സാറും പൗലോസ് സാറും കൂടെ 5 വർഷത്തെ ഗവേഷണ മുഖാന്തരം ഈ ഞെട്ടല് പൊട്ടി 2 കാലം തളർന്നു കിടക്കുന്ന രോഗികൾക്ക് മനുഷ്യ ശരീരത്തിലെ കോശം മുഖാന്തരം ജീവിച്ച് നടക്കാൻ, ജീവിതത്തിലേക്ക് പഴയതുപോലെ നടക്കാൻ പറ്റുമെന്നുള്ള ചികിത്സ കണ്ടുപിടിച്ചായിരുന്നു. അത് ഏകദേശം 1.5-1.25 വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു.
5 വർഷത്തെ ഗവേഷണ മുഖാന്തരമാണ് കണ്ടുപിടിച്ചതെന്ന് പേപ്പറിലുണ്ടായിരുന്നു. അതിന് ചിലവുകളും ടെസ്റ്റിന്റെ ചിലവ് ഒരു കാശുമാകും. കാരണം പ്രൈവറ്റായിട്ടാണ് ചികിത്സിക്കുന്നത്. പിന്നെ ഇവിടെയല്ല, കോട്ടയത്താണ്. പിന്നെ വന്നും പോയി ചികിത്സിക്കേണ്ടി വരും. ചേട്ടന് ഈ ഇതിനെല്ലാം ഇവിടെ എത്ര ഒരുപാട് ഇപ്പൊ എനിക്ക് ഈ ചികിത്സ ഇപ്പൊ ഇതേപോലെ ഇരിക്കാൻ ഇത് തന്നെ ശരിക്ക് പൈസയായി. പിന്നെ 2 ലക്ഷം രൂപ വരെ കടം വരെ ഉണ്ട്. ഒരാളുടെ സഹായം ഇല്ലാതെ ചേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആഹാരം കൊണ്ട് തരുന്ന കാര്യത്തിൽ അമ്മയുടെ സഹായം തന്നെയാണ്. അതെ, അമ്മയ്ക്ക് നല്ല പ്രായമായില്ലല്ലോ. അതെ, പ്രായമായി. കാരണം ഇപ്പോഴും എനിക്ക് ഈ ചികിത്സ കണ്ടുപിടിച്ചത് ഇപ്പൊ ദൈവം എനിക്ക് തന്ന ഒരു വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ചേട്ടന് അപ്ലൈ ചെയ്തായിരുന്നു അവിടെ? ഇല്ല, ഞാൻ പോയില്ല. കാരണം അവിടെ അദ്ദേഹത്തിനൊക്കെ ചെന്ന് കോട്ടയത്ത് കാണണം. പിന്നെ സാമ്പത്തികമില്ല. പിന്നെ അദ്ദേഹം ടെസ്റ്റിന് എഴുതി തരുമ്പോഴും അത് ഒരു ശരിക്കും ഇത് ഈ കാല് പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ കൈയുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല. അല്ലാതെ ഈ ഞരമ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര വേദന, ഇങ്ങനെ വെട്ടല്, ചിലപ്പോൾ ചലനം മറ്റിരിക്കുകയാണ്. നമ്മുടെ ഈ കാറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ കൈയുടെ സഹായം വേണമല്ലോ. അതെ, കൈയുടെ സഹായം. ചിലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഞരമ്പിന്റെ പ്രവർത്തനത്താൽ ചിലപ്പോൾ പെട്ടെന്ന് നൂരും, വിറയ്ക്കും. അത് അപ്പോഴും ഭയങ്കര വേദന. ഞെട്ടലിന് വേദന ഉണ്ടാവും. അന്ധനും രോഗിയും വൃദ്ധനുമായ വലിയച്ഛനും ഈ കുടുംബത്തിന്റെ കഷ്ടതകൾക്ക് കാഠിന്യം കൂട്ടുന്നു. വലിയച്ഛന് വേറെ സ്വത്തും ഒന്നുമില്ല. സഹോദരനുമാണ് ഒരു കുടുംബമായിട്ട് കഴിഞ്ഞത്. സഹോദരി മരിച്ചുപോയി. അതിനുശേഷം നമ്മളെ കൂടെ തന്നെ ജോലിക്കാണ്. ചെറുതിനാ നേരത്തെയൊക്കെ ജോലിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ കണ്ണ് കാഴ്ച കുറവ്, മൊത്തത്തിൽ ചെവി കേട്ടുകൂടാ. പിന്നെ പിടിച്ചോണ്ട് തന്നെ ഇപ്പം നടക്കണം ഒരാള്. സഹായമില്ല. അത് ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിട്ടൊക്കെ ചുമ്മാ തിരിപ്പിടിച്ച് എനിക്കിപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോ ഈ ചികിത്സ കണ്ടുപിടിച്ച് ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് ഈ ചികിത്സ ചെയ്ത് എനിക്ക് ഒന്ന് ഒരു അടി ഊന്നി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇനി ഒരാഗ്രഹമേ ഉള്ളൂ, അവനെ ഒന്ന് നടന്ന് വല്ല ജോലി ചെയ്ത് ഞങ്ങൾക്ക് വല്ലതും കൊണ്ട് തന്ന് എനിക്കൊന്ന് മരിച്ചു. ഒരാഗ്രഹം, അല്ലാതെ ഒരാഗ്രഹമാണ്. പിന്നെ എൻ്റെ മോള് അത് അവൻ നടന്ന അവളെ കൂടെ അവൻ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വണ്ടിക്കടയിട്ടിരുന്നിരുന്നാൽ അവൻ്റെ കാര്യം അവൻ നോക്കൂല്ലേ, ആരും ആശ്രയമല്ല. ഞാൻ പിടിച്ചാലൊന്നും നിൽക്കില്ല. എനിക്ക് അത്ര വേദന വരും. എനിക്ക് സുഖമില്ലെങ്കിൽ അവരെ കാണിക്കും. ഞാൻ കരയണം. മൂത്തവനങ്ങനെ ഇഷ്ടമില്ല. ഞാൻ കരയണം. അവരൊക്കെ മുമ്പ് ഞാൻ ഇതൊരു പടം പോലെ കാണിച്ചു നടക്കി. അവനൊന്ന് എഴുന്നേറ്റ് നിന്ന് 4 കാശ് സമ്പാദിച്ചു കണ്ടു മരിക്കണം. സമൂഹ മനസാക്ഷിയോടാണ് ഈ അമ്മ ഗദ്ഗതത്തോടെ ഇത് പറയുന്നത്. കാരുണ്യത്തിലൂടെ ചന്ദ്രന്റെ കഥന പുറത്തറിഞ്ഞതിനു ശേഷം നിരവധി മാധ്യമങ്ങൾ ചന്ദ്രന്റെയും കുടുംബത്തിന്റെയും ദയനീയാവസ്ഥയെപ്പറ്റി പുറം ലോകത്തെ അറിയിക്കുകയുണ്ടായി. തൽഫലമായി പലയിടങ്ങളിൽ നിന്നും ലഭിച്ച സാമ്പത്തിക സഹായങ്ങൾ മൂലം ചന്ദ്രൻ ഇപ്പോൾ കോട്ടയത്തെ ഡോക്ടർ ജോണിന്റെ ചികിത്സയിലാണ്. കാരുണ്യം TV-ന്ന് ഇതേപോലെ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുന്ന് സാറ് എല്ലാം കൂടെ വന്ന് ഷൂട്ട് ചെയ്തു. അത് ടെലികാസ്റ്റ് ചെയ്തു. എനിക്കിപ്പോൾ നടക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്.
വീട്ടിൽ വയസ്സായ അമ്മയും ജന്മനാ വികലാംഗയായ സഹോദരിയും വല്യച്ഛനുമാണ്. അപ്പോൾ എനിക്ക് 13 വർഷം മുമ്പ് ഇങ്ങനെ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പട്ടി കുറുകെ ചാടി വീണ് ഞെട്ടല് പൊട്ടി കാല് തളർന്നാണ് ഇരിക്കുന്നത്. യാതൊരു സാമ്പത്തികവും ഇല്ല. എൻ്റെ ചികിത്സ കോട്ടയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാരുണ്യം പ്രോഗ്രാമിൽ കൂടെ കുറച്ച് പേരെ എന്നെ സഹായിച്ചായിരുന്നു. അപ്പോൾ ആ സഹായത്തിൻ്റെ ഇതിൽ ഞാൻ ഈ ചികിത്സ കോട്ടയത്ത് നടത്തുകയാണ്. ചന്ദ്രന്റെ വീടും സഹോദരിയുടെയും അമ്മയുടെയും വലിയച്ഛന്റെയുമെല്ലാം ജീവിത നിലവാരത്തിൽ ഞങ്ങൾ നല്ല പുരോഗതി കാണുകയുണ്ടായി. കഴിഞ്ഞ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രനു വളരെ ഉന്മേഷവാനും ഇനിയും അല്പകാലം കൂടി ചികിത്സിച്ചാൽ രോഗവിമുക്തനാകാം എന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിൽ ഞങ്ങൾ തെളിഞ്ഞു കണ്ടു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതോടുകൂടി ചന്ദ്രന്റെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ ഞങ്ങൾ നേരിൽ കണ്ടത് മറച്ചുവെച്ചിട്ട് കാര്യമില്ലല്ലോ. മുമ്പത്തെ സന്മനസ് ഇപ്പോൾ ചന്ദ്രന് കൈമോശം വന്നിരിക്കുന്നതായി തോന്നി. അദ്ദേഹത്തിന്റെ സഹോദരിയെയോ അമ്മയെയോ ഈ പരിപാടിയിൽ ഇനി കാണിക്കാൻ പോലും പാടില്ല എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിശിതമായ നിലപാട്. ദൈവശിക്ഷ കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വീണ്ടും മനുഷ്യ സ്വഭാവം അതേപടി ആവർത്തിക്കപ്പെടുന്നല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നാതിരുന്നില്ല. എന്നാലും ചന്ദ്രനും കുടുംബത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ആവുന്ന സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ടുമാണ് ഞങ്ങൾ അവരോട് വിട പറഞ്ഞത്. ഈ കുടുംബത്തിന് ചെറിയൊരു ഉപഹാരം നൽകുന്നു.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കാനുള്ള വിലാസം: ദ പ്രൊഡ്യൂസർ ശ്രീ ഗംഗ ക്രിയേഷൻസ്, താര 125, TC 13/580, തമ്പുരാമുക്ക് റോഡ്, കുന്നുകുഴി, തിരുവനന്തപുരം 35. ഫോൺ 93 49 77 45 54. ഇമെയിൽ ശ്രീ ഗംഗ ക്രിയേഷൻസ് @gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.